നമസ്കാരം. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ പുണ്യധ്വജാരോഹണം നടന്ന ദിവസമാണ് ഇന്ന്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ശ്രീരാമ ഭക്തർ ഭക്തിപൂർവം ആ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. പക്ഷേ കേരളത്തിൽ കുറേ ആളുകൾക്ക് ഇത് കണ്ട് അസ്വസ്ഥതയുണ്ടായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യക്കാർ, അതിൽ തന്നെ CPM. കാരണം CPMന് അയോധ്യ, രാമജന്മഭൂമി ഇതെല്ലാം വലിയ അലർജിയാണ്. കാരണം സനാതനധർമ്മം വൈറസാണെന്നും ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണെന്നും വിശ്വസിക്കുന്ന ആളുകളാണ് CPM. ഞാൻ ഓർമ്മിക്കുകയാണ്, അയോധ്യയുടെ പ്രാണപ്രതിഷ്ഠാ ദിനം നടന്ന ദിവസം 500 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വന്ന സനാതന വിശ്വാസികളുടെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ദിവസമായിരുന്നു അത്. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പോലെ CPMനെയും അതിൻ്റെ ജനറൽ സെക്രട്ടറിയെയും ക്ഷണിച്ചിരുന്നു. ആ ക്ഷണം CPM നിരസിക്കുകയാണ് ചെയ്തത്. അതിന് അവർ പറഞ്ഞ കാരണം വിശ്വാസവും രാഷ്ട്രീയവും പൂർണ്ണമായും അകന്നു നിൽക്കണം എന്നുള്ള നിലപാടുള്ളതുകൊണ്ട് CPM ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നാണ് അന്ന് CPM വിശദീകരിച്ചത്. CPMൻ്റെ പോളിറ്റ് ബ്യൂറോ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ നിലപാടാണ് CPMൻ്റെ ആശയപരമായിട്ടുള്ള താത്വികമായിട്ടുള്ള നിലപാടെങ്കിൽ എന്തിനാണ് ദേവസ്വം ബോർഡുകളിലേക്ക് CPM അവരുടെ നോമിനികളെ അയക്കുന്നത്? വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ദേവസ്വം ബോർഡ്. ക്ഷേത്രാചാരങ്ങളും ക്ഷേത്ര സ്വത്തുക്കളുമൊക്കെ സംരക്ഷിക്കുകയാണ് ആ ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ദേവസ്വം എന്ന് പറഞ്ഞാൽ ദേവൻ്റെ സ്വത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. തിരുക്കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമപ്രകാരം, ആ നിയമപ്രകാരമാണ് ദേവസ്വം ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത്. ഹിന്ദു വിശ്വാസങ്ങളോട് ഐത്തമുള്ള CPM എന്തിനാണ് ദേവസ്വം ബോർഡുകളിൽ പാർട്ടി പ്രതിനിധികളെ വെക്കുന്നത്? CPMനൊന്ന്, CPIക്കൊന്ന്, ഇങ്ങനെയൊക്കെ വീതം വെക്കുന്നത് എന്തിനാണ്? അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ക്ഷേത്ര വിശ്വാസങ്ങളോട് പുച്ഛമാണെങ്കിലും ക്ഷേത്ര മുതലിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല താല്പര്യമാണ് എന്നാണ്. ക്ഷേത്ര മുതൽ മോഷ്ടിക്കാൻ, അതിനുവേണ്ടിയാണ് അവിശ്വാസികളായിട്ടുള്ള CPMകാർ ദേവസ്വം ബോർഡിൽ കയറിക്കൂടുന്നത് എന്ന് ഇപ്പം നമുക്കെല്ലാവർക്കും മനസ്സിലായി. ദേവസ്വം ബോർഡ്, ദേവസ്വം വകുപ്പ്, ആ വകുപ്പ് തന്നെ CPM ഏറ്റെടുക്കുന്നതും ഈ കൊള്ളയ്ക്ക് വേണ്ടിയാണ്. ദേവനിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ദേവൻ്റെ സ്വത്തിൽ താല്പര്യം വെക്കുന്ന സാഹചര്യം, അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള, നേരത്തെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന പത്മകുമാറിനെ ഇന്നിപ്പോൾ പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി കൂടുകയാണ്. അപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പത്മകുമാറിനെ പുറത്താക്കുമോ ഇല്ലയോ മാധ്യമങ്ങളൊക്കെ ചർച്ചയാണ്. അങ്ങനൊരു നടപടി എടുക്കുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് മാധ്യമപ്രവർത്തകരോട് ചോദിക്കാനുള്ളത്. നമുക്കറിയാം, പല വിഷയങ്ങളിലും CPM പാർട്ടി അന്വേഷണം പ്രഖ്യാപിക്കാറുണ്ട്. അത് നേതാക്കന്മാരുടെ കൈക്കൂലി തൊട്ട് സ്ത്രീപീഡനത്തിനെതിരായിട്ടുള്ള പരാതി വരെ, അങ്ങനെയുള്ള പലതിലും സ്വന്തമായിട്ട് അന്വേഷണ കമ്മീഷൻ വെക്കുന്ന ഒരു പാർട്ടി, അങ്ങനെ ഒരു പാർട്ടിയാണ് CPM. പാർട്ടിയാണ് പോലീസ് സ്റ്റേഷനും കോടതിയും എന്ന് പറഞ്ഞ ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷ പോലും ഉണ്ടായിരുന്നു. ഇവിടെ ശബരിമല ശ്രീകോവിലിലെ സ്വർണം മോഷ്ടിച്ചതിന് CPMൻ്റെ 2 നേതാക്കന്മാർ ജയിലിലായിട്ട് എന്താ ഈ പറഞ്ഞ പാർട്ടി അന്വേഷണ കമ്മീഷനും പാർട്ടി അന്വേഷണമൊന്നും ഇല്ലാത്തത്? കാരണം എല്ലാം പാർട്ടി അറിഞ്ഞതാണ്. CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അതിൻ്റെ മുകൾ തട്ട് മുതൽ നടന്ന ഗൂഢാലോചന, ആ ഗൂഢാലോചനയുടെ ഫലമാണ് ശബരിമല ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടത് എന്നുള്ളത് ഇതോടുകൂടി വ്യക്തമാവുകയാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനം വിശ്വാസികളുടെ ആരാധനാലയങ്ങൾ അവിശ്വാസികൾ കൈകാര്യം ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിനോടൊപ്പം ഈ പ്രസ്ഥാനത്തിന് പിന്തുണ നൽകാൻ കേരളത്തിലെ ഹിന്ദു വിശ്വാസികൾ ഇനിയും അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കേണ്ട അവസരമാണ് ഈ ഘട്ടം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജായിട്ടിടണം. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.
എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു.